താമരശ്ശേരി ഫ്രഷ് കട്ട് പ്ലാന്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ കട്ടിപ്പാറ പഞ്ചായത്തിന് നിർദ്ദേശം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരസമിതി നേതാക്കൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടു. നടപടിയില്ല എങ്കിൽ തിരുവമ്പാടിയിലും കൊടുവള്ളിയിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുമെന്ന സമരസമിതിയുടെ മുന്നറിയിപ്പ് പരിഗണിക്കാമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉറപ്പു നൽകിയെന്നും സമരസമിതി നേതാക്കൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. താമരശ്ശേരി ഫ്രഷ് കട്ടിനെതിരെ സമരസമിതി ഇപ്പോൾ ഈ പ്രതിഷേധം ശക്തമാക്കുകയാണ്. വീണ്ടും അതൊരു പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. പ്രധാനമായി കമ്പനിക്കെതിരെ സ്റ്റോപ്പ് മെമ്മോ, കട്ടിപ്പാറ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്നാണ് ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം. അതിനായി ഇപ്പോൾ ആ സമരസമിതി അംഗങ്ങൾ ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും. പ്രധാനമായി അവർ ഉന്നയിക്കുന്ന കാര്യം ഈ കമ്പനിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്നാണ്. അത് UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. അതുകൊണ്ട് ആ കമ്പനിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്നാണ്. നൽകിയില്ലെങ്കിൽ തുടർ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഒരു കടുത്ത നിലപാടിലേക്കാണ് ഈ സമരസമിതി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിന് ട്രഷററായ ഈ മുജീബ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എന്താണ് ശരിക്കും ഈ പാണക്കാട് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ? ഇപ്പോൾ ഞങ്ങൾ പാണക്കാട് വന്നിട്ടുള്ളത് ഇപ്പോൾ 6 വർഷത്തോളമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതം ഇതിൻ്റെ മുമ്പ് തങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തങ്ങളെരുത്തും അതുപോലെ തന്നെ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഇരുത്തും ഈ കാര്യങ്ങൾ വീണ്ടും പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത സമയത്ത് അവിടെ ഒരു 4000-ഓളം കുടുംബങ്ങൾ ഇപ്പോൾ വോട്ട് ബഹിഷ്കരിക്കുക, അതല്ലെങ്കിൽ സമരസമിതിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിനെ നിർത്തുന്നത് ശക്തമായിട്ടുള്ള ആവശ്യമായിട്ടാണ് അവിടെയുള്ള ജനങ്ങൾ മൊത്തത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ആയിട്ട് ഒന്ന് പങ്കുവെക്കാനാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ആ ഫ്രഷ് കമ്പനിക്കെതിരെ ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ആവശ്യം? ഞങ്ങളുടെ ആവശ്യം എന്ന് വെച്ചാൽ അത് അടച്ചു പൂട്ടണം. 6 വർഷത്തോളമായി ഞങ്ങൾ ഈ ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റമദാൻ മാസത്തിൽ വരെ രാത്രി നോമ്പ് തോൽക്കാൻ എണീക്കുന്ന സമയത്തൊക്കെ വലിയ ദുർഗന്ധമാണുള്ളത്. പകൽ സമയത്തും ഇതേ അവസ്ഥ ആണുള്ളത്. ഈ ഒരു ആവശ്യം എന്താണ്? സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്ന് സാദിഖ് അലി തങ്ങളോട് പറഞ്ഞു. എന്താണ് തങ്ങളോട് ഞങ്ങൾ ഈ ആവശ്യം പറഞ്ഞു. അപ്പോൾ ഈ കട്ടിപ്പാറ പഞ്ചായത്ത് ഇപ്പോൾ ഭരിക്കുന്നത് UDF ആണ്. അവരോട് അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ട്, അത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവണം എന്നാണ് ഇപ്പോൾ തങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തങ്ങൾ അത് ജില്ലാ മണ്ഡലം കമ്മിറ്റികളുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അതിന് വേണ്ട നടപടികൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. 100% തങ്ങൾ അനുകൂല നിലപാടാണ്. തങ്ങൾ ഇതിൻ്റെ മുമ്പും ഞങ്ങൾ നാട്ടിലൊക്കെ വന്ന സമയത്ത് തങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതുമാണ്. തങ്ങൾ പറഞ്ഞത് ജില്ലാ മണ്ഡലം കമ്മിറ്റികളുമായിട്ട് സംസാരിച്ചിട്ട് അതിന് വേണ്ട നടപടികൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിനൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ എന്താണ് നിങ്ങൾ മുന്നോട്ടുള്ളത്? നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങളെ സമരസമിതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളി നിയോജക മണ്ഡലത്തിലും തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലും ഞങ്ങൾ സമരസമിതിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിനെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനം. ഞങ്ങളെ ആരാണോ സഹായിക്കുന്നത് അവരെ കൂടെ നിൽക്കുമെന്നുള്ളതാണ് സമരസമിതിൻ്റെ തീരുമാനം. എത്ര പേരാണ് ഒരു സമയപരിധി നിങ്ങൾ കൊടുക്കുന്നത്? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു തീരുമാനം കിട്ടണം. 100% ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കട്ടിപ്പാറ പഞ്ചായത്ത് ഭരണസമിതിയായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരും വേണ്ട സഹായങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കട്ടിപ്പാറ പഞ്ചായത്ത് തന്നെ വിചാരിച്ചാൽ അവർ ശക്തമായിട്ട് ഞങ്ങളെ കൂടെ നിന്നാൽ തന്നെ ഇത് അടച്ചുപൂട്ടാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് അതിന് വേണ്ട നടപടികൾ ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഫ്രഷ് കട്ട് പ്ലാന്റ് അടച്ചുപൂട്ടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരസമിതി നേതാക്കൾ പാണക്കാടത്തെ സാദിഖ് അലി തങ്ങളെയും ഒപ്പം കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടത്.